ഇതേ ഈ സാധനമല്ലേ ആരുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവില്ല, ആരും കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പില്ലേ ആധുനിക ഗവേഷണങ്ങളൊക്കെ നടത്തി ഇന്നൊരു വെറൈറ്റി ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു പലഹാരം. അപ്പം ഇത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെന്ത് സംഭവം എന്ന് ആർക്കെങ്കിലും വല്ല പിടികിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ പുറകെ വന്നിട്ടുണ്ട് എന്ത് സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കണേന്ന്. ഇന്ന് ഊണിനെ കപ്പപ്പുഴുക്കും ചെമ്മീൻ ചമ്മന്തി സോയാബീൻ തോരനൊക്കെയാണ്. അപ്പോൾ ഈ കപ്പ നുറുക്കണ കണ്ടപ്പോൾ തുടങ്ങിയാണ് എൻ്റെ മനസ്സിലേക്ക് വെറൈറ്റി കടന്നുകൂടിയത് കേട്ടോ. അപ്പം നമ്മുടെ കടയിൽ ഉണ്ടാക്കിയ കപ്പയിൽ നേരൊരു കയ്പ്പുണ്ടെന്ന്, കയ്പ്പുള്ള കപ്പയൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ടിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് കടയിൽ പോയിട്ട് ഒരു കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ തൊലി കിളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇടുക, ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആകെ ഒരു കപ്പ മേടിച്ചുള്ള കേട്ടോ. എനിക്കാണെങ്കിൽ പകുതി ചെയ്യപ്പോൾ തന്നെ എൻ്റെ കൈ കഴിച്ചു. ഞാൻ അവളോട് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പകുതിയും കൂടി എനിക്ക് ചെയ്യി തന്നോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവളും കൂടി പകുതി ചെയ്യി തന്നിട്ടാണ് ഇത് മൊത്തത്തിൽ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത്. ഇനി എന്നിട്ട് ഇതിൻ്റെ നീരില്ലേ പിഴിഞ്ഞ് കളയണോട്ടോ, അല്ലെങ്കിൽ ഇല്ലേ ഈ ഒരു കട്ട് പോലത്തെ ഒരു ചൊവി ഉണ്ടാവും കപ്പക്ക്. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാൻ എല്ലാം പിഴിഞ്ഞ് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ കപ്പയിൽ വെറുതെ അങ്ങോട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യമില്ല. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴേ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇത്രത്തോളം ബീഫ് റോസ്റ്റ് ഇരിക്കണേ. പിന്നെ ഒന്നും നോക്കിയില്ല, മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടില്ലേ, ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത്. ബീഫ് തന്നെ വേണമെന്നില്ല കേട്ടോ, മീനോ ചിക്കനോ നമ്മുടെ വീട്ടിൽ എന്താണോ ചെമ്മീനായാലും എങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തേക്കണം, കാരണം ചിക്കൻ മസാലക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതിലിടുമ്പോഴും. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് ഒരു സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ഇച്ചിരി ഉപ്പും അങ്ങനെ ഇട്ട് കൊടുത്തത് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു വാഴ പോയി വെട്ടലാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലാണ് എൻ്റെ ലക്ഷ്യം നിർണ്ണയിച്ചത്. അവിടെ പോയി ഒരു വാഴലയും വെട്ടിക്കൊണ്ടുവന്ന് എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, വാഴലയൊക്കെ കഷ്ണിച്ച് കഴുകിയിട്ടാണ് കഷ്ണിച്ചത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് അങ്ങോട്ട് ഈ ഒരു കപ്പട മിക്സ് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയും കൂടി കൊടുത്ത്. ഈ ചുരുട്ടണോടൊപ്പം തന്നെ നമ്മൾ ഇപ്പുറത്ത് ഇഡലിപ്പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടാകണം. എന്നിട്ട് ചുരുട്ടണ ഇതെന്താണെന്ന് വെച്ചാൽ ഇലയില്ലേ നിവർന്നു പോവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ബീഫോ ചിക്കനോ മീനോ ഒന്നും ഇല്ലെങ്കിൽ വേറൊരു ഐഡിയ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പം തോന്നിയ കാര്യമുണ്ട്. തേങ്ങ ശർക്കര വിളയിച്ചിട്ടേ ഈ ഒരു കപ്പ മിക്സിലിട്ട് കുഴച്ചിട്ടായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടാ. അപ്പത്തേ നമ്മുടെ വെറൈറ്റി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ഐറ്റം എന്ന് പറയണ്ട അല്ലേ, ഒരു പേരിടാം നമുക്ക്, കപ്പച്ചുരുളെന്ന് പറയാം. അപ്പം കപ്പച്ചുരുൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേച്ചിക്ക് അനിയത്തിയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ചൂട് കട്ടൻ ചൂടോടെ അങ്ങോട്ട് കഴിച്ചിട്ടാ. ആ മസാല ടേസ്റ്റും അതേപോലെ സ്പൈസി എല്ലാം കൂടി അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ മറക്കരുത്, അതേപോലെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്